പാവപ്പെട്ടവന്റെ അന്നം മുട്ടിക്കുന്നതാണോ സാറേ രാഷ്ട്രീയ പ്രവർത്തനം? പൊതുച്ചോറ് വിതരണത്തിനെതിരെ പരാതി നൽകിയ NK പ്രേമചന്ദ്രനെതിരെ ജില്ലാ ആശുപത്രി പരിസരത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. എന്തു വന്നാലും തുടർന്നും ഭക്ഷണം വിതരണം ചെയ്യും എന്ന് തന്നെയാണ് DYFI പറയുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വർഷങ്ങളായി DYFI പ്രവർത്തകർ നടത്തിവരുന്ന പൊതുച്ചോറ് വിതരണത്തിൽ കല്ലുവാരിയിടുന്ന സമീപനമാണ് UDF ഇപ്പോൾ സ്വീകരിക്കുന്നത്. DYFI നടത്തിവരുന്ന പൊതുച്ചോറ് വിതരണം തെരഞ്ഞെടുപ്പായതുകൊണ്ട് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇടപെട്ട് പരാതി നൽകിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. DYFI നടത്തുന്ന പൊതുച്ചോറ് വിതരണം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് UDF തെരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിൽ അധികമായി നടക്കുന്ന ഭക്ഷണ വിതരണം തടയുന്നത് പാവപ്പെട്ട രോഗികളുടെ ക്രൂരതയാണെന്നാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത്. വർഷങ്ങളായി ഒരു മുടക്കവുമില്ലാതെ എത്തിയിരുന്ന ചോറാണിത്. ഏത് മഴയത്തും ഏത് വെയിലത്തും ഇവിടെ ചോറെത്തിയിട്ടുണ്ട്. ഞങ്ങളാരും അപ്പോൾ വിശപ്പറിഞ്ഞിരുന്നില്ല. ഇത് നിർത്താൻ പാടില്ല. പാവപ്പെട്ട മക്കൾ നാനാ വീട്ടിലും പോയി കൈനീട്ടി നിരവധി പേർക്കാണ് കൊടുത്തിരുന്നത്. അത് നിർത്തണമെന്ന് പ്രേമചന്ദ്രൻ പറയേണ്ട കാര്യം എന്താണെന്നാണ് അവിടെയുള്ളവർ ചോദിക്കുന്നത്. പ്രേമചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ആഹാരമല്ല, ജില്ലാ ആശുപത്രിയിൽ വന്ന് ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. കൊല്ലം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ CPI ജില്ലാ സെക്രട്ടറിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ ഹൃദയസ്പർശം എന്ന പേരിൽ ഈ പൊതുച്ചോറ് സംരംഭം ആരംഭിക്കുന്നത്. മുടക്കമില്ലാതെ കഴിഞ്ഞ 758 ദിവസങ്ങളിലായി 30 ലക്ഷം പൊതികളാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിലുള്ള DYFI പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി ശേഖരിക്കുന്ന പൊതിച്ചോറാണ് എല്ലാ ദിവസവും ഉച്ചയോടെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് നിർധരരായ രോഗികൾക്ക് വിതരണം ചെയ്യുന്നത്. ഈ പരിപാടി നിർത്തണമെന്ന UDFിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. ഇന്ന് ഉച്ചയോടെ ചോറ് വിതരണം തടസ്സപ്പെടുന്നു എന്ന അവസ്ഥയായതോടെ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തിറക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഇതോടെയാണ് എന്ത് നടപടി ഉണ്ടായാലും ഭക്ഷണ വിതരണം തുടരും എന്ന നിലപാടിലേക്ക് DYFI പ്രവർത്തകർ എത്തിയതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. എന്റെ പൊന്നി ചേച്ചി ഇത്രയും പേര് നിൽക്കുന്നുണ്ടോ നിങ്ങൾ? അവിടെ